നമുക്കിന്ന് ആർബിട്രേഷൻ ഫീസ് നോക്കാം. മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെയും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെയും ആർബിട്രേഷൻ ഫീസാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് നമ്മൾ ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാർക്ക് മുമ്പിലാണല്ലേ. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാർക്ക് മുന്നിലാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട്സിൽ ക്ലെയിം എമൗണ്ടിൻ്റെ ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിലാണ് ആർബിട്രേഷൻ ഫീസ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അതിൽ മിനിമം ഫീസ് എന്ന് പറയുന്നത് 500 റുപ്പീസ് ആയിരിക്കും. മിനിമം ഫീസ് 500 രൂപയാണ്. ദെൻ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെയാണ് ക്ലെയിം എമൗണ്ട് വരുന്നത് എങ്കിൽ 5000 രൂപയും 2 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ് ക്ലെയിം എമൗണ്ട് വരുന്നത് എങ്കിൽ 7500 രൂപയും 10 ലക്ഷത്തിന് മുകളിലാണ് ക്ലെയിം എമൗണ്ട് വരുന്നത് എങ്കിൽ 10000 രൂപയുമാണ് ആർബിട്രേഷൻ ഫീസ്. സോ ഒന്നുകൂടി നോക്കാം. ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. മിനിമം 500 രൂപയാണ്. 2 ലക്ഷം രൂപ വരെയുള്ളതാണ് എങ്കിൽ 5000 രൂപയാണ് ആർബിട്രേഷൻ ഫീസ്. 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 7500 രൂപയാണ്. 10 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ 10000 രൂപയാണ് ആർബിട്രേഷൻ ഫീസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സിൻ്റെ കേസാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് നമ്മൾ ഫയൽ ചെയ്യുന്നത് ആർബിട്രേഷൻ കോർട്ടിലാണ് അല്ലേ. ആർബിട്രേഷൻ കോർട്ടിലാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യുന്നത്. ദെൻ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് എംപ്ലോയീസിൻ്റെ പെറ്റീഷനാണ് എങ്കിൽ 1500 രൂപയാണ് ഫീസ്. എംപ്ലോയീസിൻ്റെ പെറ്റീഷന് മുകളിൽ 1500 രൂപയാണ് ഫീസ് വരുന്നത്. ദെൻ അതർ പെറ്റീഷൻസ്, ബാക്കി എല്ലാ പെറ്റീഷൻസിനും 3000 രൂപയാണ് ചാർജ് വരുന്നത്. അതേസമയം ഇലക്ഷൻ പെറ്റീഷനാണെങ്കിൽ അതിന് 7500 രൂപയാണ്. സോ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ 3 എമൗണ്ട് ഓർമ്മിച്ച് വെക്കുക. ഒന്നെന്താണ്, എംപ്ലോയീസ് ആണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിന് 1500 രൂപയാണ്. അതിൽ അതർ പെറ്റീഷൻസ് ആണെങ്കിൽ 3000 രൂപയാണ്. ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ എത്രയാണ്, 7500 രൂപയാണ്. ദെൻ SC/ST സ്കൂൾ സൊസൈറ്റീസിൽ ഇതിൽ നിന്ന് ഒഴിവാണ്. ആർബിട്രേഷൻ ഫീസ് പേ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാണ്. ദെൻ എല്ലാ പെറ്റീഷൻസിനും എന്ത് ചെയ്തിരിക്കണം, കൃത്യമായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം.